കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയേക്കും. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ മെഡിക്കൽ ബോർഡ് നാളെ തീരുമാനമെടുക്കും. അതേസമയം മന്ത്രിയെ KSU പ്രവർത്തകർ അതിക്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വീഡിയോയുമായി CPIM-ഉം പ്രതിരോധിച്ച് KSU-വും രംഗത്തെത്തി. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന് വലതുഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോൾ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇതാണ് CPIM-ന്റെ വാദം. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കരിങ്കൊടിയല്ലെന്നും ഗൺമാന്റെ കറുത്ത വസ്ത്രമെന്നും KSU. M. ഷംസീർ രചിച്ച തിരക്കഥയിൽ നിന്നാണ് മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്ന തരത്തിലും അതിനുശേഷം മന്ത്രിയെ ICUവിൽ ഉൾപ്പെടെ പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നാടകങ്ങളുടെ എല്ലാം തിരക്കഥകൾക്ക് തുടക്കം കുറിക്കുന്നത്. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് സ്വർണവും കുഴിമന്തിയും നൽകുമെന്ന പ്രചാരണവുമായി KSU രംഗത്തെത്തി. അതിനിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിന്റെ CCTV ദൃശ്യങ്ങൾക്കായി റെയിൽവേ പോലീസ് RPF-ന് അപേക്ഷ നൽകി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മന്ത്രിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ നാളെ മെഡിക്കൽ ബോർഡ് ചേർന്ന് തീരുമാനമെടുക്കും. മന്ത്രിയുടെ കഴുത്തിലെ നീര് മാറിയിട്ടില്ല. സംഭവത്തിൽ അറസ്റ്റിലായ 5 KSU നേതാക്കളെ അടുത്ത മാസം 12 വരെ റിമാൻഡ് ചെയ്തു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.